Hey foodies, welcome back to Marians kitchen recipes. ഇന്ന് നമ്മൾ Marians kitchenile chicken 65 റെസിപ്പി എങ്ങനെ ചെയ്യാനാണ് നോക്കുന്നത്. സാധാരണ എല്ലാവർക്കും ചിക്കന്റെ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരിക്കും ചിക്കൻ 65 കാരണം അതിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അതേ ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ചിക്കൻ 65 ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോന്റെ അടുത്ത് നല്ല പീസുകളാണ് ചിക്കൻ്റെ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ കടിക്കാൻ പറ്റാവുന്ന എല്ലുള്ള പീസുകളും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് പീസിൽ വേണമെങ്കിലും ഈ ഒരു ചിക്കൻ 65 ഉണ്ടാക്കിയെടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നമ്മുടെ കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 കിലോ ചിക്കനിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതായത് ഫ്രീസറിനകത്ത് ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ, അതായത് നന്നായിട്ട് വേവുന്നത് വരെ ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിനകത്തോട്ട് ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് വേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് റെഡ് കളർ കുറച്ച് മതി ചേർത്ത് കൊടുക്കണം. ഓപ്ഷണൽ അല്ല, അതെന്തായാലും ചേർത്ത് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അത് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം, കുറേ വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് മിക്സായി വന്നു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസസ് വറുത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ പീസസും ഇട്ട് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ കളർ ചേർത്താൽ മാത്രമാണ് ചിക്കനിൽ ആ റെഡ് കളർ വരത്തുള്ളൂ. നമ്മുടെ കറക്റ്റ് ചിക്കൻ 65ൻ്റെ ഒരു ടേസ്റ്റും കളറും കിട്ടണമെങ്കിൽ റെഡ് കളർ ചേർത്ത് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പെരിഞ്ജീരകം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ നമ്മൾ ചട്ടിക്കകത്തിട്ടിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, കുറച്ച് വെച്ചാൽ മതി. ഒരു 3-4 പച്ചമുളക് കീറിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ 65 റെഡിയായി.